സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ സാഹിത്യ വിമർശനത്തെക്കുറിച്ചുള്ള ചില കുറിപ്പുകളെപ്പറ്റിയാണ്. ശരിക്കും എന്താണ് ഈ കല, അല്ലേ? അതെന്തിനാണ് നമ്മളെ ചിലപ്പോൾ ഒരുപാട് സ്വാധീനിക്കുന്നത്? ചിലപ്പോൾ ചിരിപ്പിക്കും, കരയിപ്പിക്കും, ഒരുപാട് ചിന്തിപ്പിക്കും. കല എന്നതൊരു ഒന്നാന്തരം നുണയാണോ, അതോ നമ്മൾ കാണുന്നതിനേക്കാൾ വലിയൊരു സത്യമാണോ? പാശ്ചാത്യ ലോകത്ത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി തലപുകഞ്ഞവരുടെ ആശയങ്ങളിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. തീർച്ചയായും ഇതിന്റെയൊക്കെ തുരത്താൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പുരാതന ഗ്രീസിൽ നിന്നാണ്. ഗ്രീസിൽ നിന്ന്. അതെ, ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ രസസിദ്ധാന്തം പോലെ അല്ലെങ്കിൽ ജപ്പാനിൽ യുഗേൻ പോലുള്ള ആശയങ്ങള് കലയെ ഒരു വൈകാരിക, ഒരു ആത്മീയ തലത്തിലെ കണ്ടു. പക്ഷെ ഗ്രീക്കുകാർക്ക് അറിയേണ്ടിയിരുന്നത് അതായിരുന്നില്ല. അവർക്ക് കലയുടെ യുക്തി, അതിന്റെ ഘടന, സത്യമായിട്ടുള്ള ബന്ധം, ഇതൊക്കെയായിരുന്നു പ്രധാനം. പിൽക്കാലത്തെ യൂറോപ്പിലെ സർവകലാശാലകളിലെ സാഹിത്യ പഠനങ്ങളുടെയൊക്കെ അടിത്തറ ഈ ചോദ്യങ്ങളാണ്. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം, അല്ലേ? അല്ലേ? ഈ കുറിപ്പുകളിലെ ആദ്യത്തെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് മൈമിസിസ്. മൈമിസിസ്. അതെ, അനുകരണം. അനുകരണം. കല ജീവിതത്തെ അനുകരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഇതിനെക്കുറിച്ച് ഗുരുവായ പ്ലേറ്റോയും ശിഷ്യനായ അരിസ്റ്റോട്ടിലും പറഞ്ഞത് രണ്ടറ്റത്തുള്ള കാര്യങ്ങളായിരുന്നു, അല്ലേ? അതെ, അവിടെയാണ് ഈ ചർച്ചയുടെ ഒരു രസം തുടങ്ങുന്നത്. പ്ലേറ്റോ കലയെ കണ്ടത് ഒരു വലിയ സംശയത്തോടെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു തട്ടിപ്പാണെന്ന് വരെ അദ്ദേഹം കരുതി. തട്ടിപ്പോ? അതെ, കാരണം പ്ലേറ്റോയുടെ ലോകത്ത് യഥാർത്ഥ സത്യമെന്നത് നമ്മളീ കാണുന്ന ഒരു കസേരയോ മേശയോ ഒന്നുമല്ല. മറിച്ച് കസേര എന്ന ഒരു സമ്പൂർണമായ, പെർഫെക്റ്റായ ഒരു ആശയമാണ്. ഇതിനെ അദ്ദേഹം ഫോംസ് എന്ന് വിളിച്ചു. ഫോംസ്. ഇതു മനസ്സിലാക്കാനാണ് അദ്ദേഹം ആ 3 കട്ടിലുകളുടെ ഉദാഹരണം പറയുന്നത്. ഓക്കെ, ആ ഉദാഹരണം ഒന്ന് വിശദമാക്കാമോ? അത് കേൾക്കാൻ ഒരു രസമുണ്ട്. പറയാം. പ്ലേറ്റോ പറയുന്നത് ഇങ്ങനെയാണ്. ഒന്നാമതായി, ദൈവം കട്ടിൽ എന്ന പെർഫെക്റ്റായ ആശയം അഥവാ ഫോം ഉണ്ടാക്കുന്നു. ഇതാണ് ഒറിജിനൽ സത്യം. ശരി. രണ്ടാമതായി, ഒരാശാരി ഈ ദൈവീകമായ ഐഡിയ മനസ്സിൽ കണ്ട് തടികൊണ്ട് അതിന്റെ ഒരു പകർപ്പുണ്ടാക്കുന്നു. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കട്ടിൽ. ഇത് സത്യത്തിന്റെ ഒരു കോപ്പിയാണ്. ഇനി മൂന്നാമതായി ഒരു ചിത്രകാരൻ വരുന്നു. അയാൾ ഈ ആശാരി ഉണ്ടാക്കിയ കട്ടിലിനെ നോക്കി അതിന്റെ ഒരു ചിത്രം വരയ്ക്കുന്നു. അപ്പൊ ആ ചിത്രം എന്തായി? ഒരു കോപ്പിയുടെ കോപ്പി. അതെ, പ്ലേറ്റോയുടെ ഭാഷയിൽ പറഞ്ഞാൽ കല സത്യത്തിൽ നിന്നും 3 പടി അകലെയാണ്. പക്ഷേ എനിക്കൊരു സംശയം. പ്ലേറ്റോ ഒരു കവി കൂടിയായിരുന്നില്ലേ? എന്നിട്ടും കലയോട് ഇത്ര വലിയൊരു വിരോധം കാണിക്കാൻ എന്തായിരിക്കും കാരണം? ഒരു കലാകാരൻ സ്വന്തം മാധ്യമത്തെ തന്നെ തള്ളി പറയുന്നത് പോലെയല്ലേ ഇത്? വളരെ നല്ല ചോദ്യം. ഒരുപക്ഷെ ഒരു കലാകാരനായതുകൊണ്ട് തന്നെയാവാം കലയുടെ ശക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഇത്രയേറെ ഭയമുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന പേടി എന്താണെന്ന് വെച്ചാൽ, കല നമ്മുടെ വികാരങ്ങളെയാണോ ഉണർത്തുന്നത്, യുക്തിയെ അല്ല. ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടത് വിവേകവും യുക്തിയുമാണ്. വികാരങ്ങൾക്ക് അടിമപ്പെട്ടാൽ ആളുകൾ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് വികാരങ്ങളെ ഇളക്കിവിടുന്ന കല അപകടകാരിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പം നിങ്ങൾ പറയുന്നത് കല സത്യത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നു എന്ന് പ്ലേറ്റോയുടെ പേടിയാണ്. പിന്നീട് നമ്മൾ സിനിമകളിലും പുസ്തകങ്ങളിലും കാണുന്ന ഇത് കുട്ടികളെ വഴിതെറ്റിക്കും എന്ന് പറയുന്ന സെൻസർഷിപ്പ് വാദങ്ങളുടെ എല്ലാം ഒരു ആദ്യ രൂപം എന്നാണോ? അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. കൃത്യമായി പറഞ്ഞാൽ അതെ, ആ വാദത്തിന്റെ വേരുകൾ ഇവിടെയാണ്. എന്നാൽ അവിടെയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ അരിസ്റ്റോട്ടിൽ വ്യത്യസ്തനാകുന്നത്. എങ്ങനെ? ഗുരു പറഞ്ഞതിനെ പൂർണ്ണമായും ഖണ്ഡിച്ചുകൊണ്ട് അരിസ്റ്റോട്ടിൽ കലയുടെ വക്കാലത്തുമായി വന്നു. അതെങ്ങനെയായിരുന്നു? ഈ അനുകരണം, അതായത് മൈമെസിസ് എന്നത് മനുഷ്യന്റെ ഒരു സഹജവാസനയാണ്. അതൊരു ചീത്ത കാര്യമല്ല. കുട്ടികൾ കളിക്കുമ്പോൾ അച്ഛനമ്മമാരെ അനുകരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഉണ്ട്. അതിലൂടെയാണ് അവർ ലോകത്തെ പഠിക്കുന്നത്, ഒരു ആനന്ദം കണ്ടെത്തുന്നത്. അതുപോലെ കല വെറുതെ പുറമോടി കോപ്പിയടിക്കുകയല്ല ചെയ്യുന്നത്. പകരം ജീവിതത്തിന്റെ അലങ്കോലങ്ങളിൽ നിന്ന് ചില സാർവത്രികമായ സത്യങ്ങളെ വേർതിരിച്ചെടുത്ത് നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഒരു ചരിത്രകാരൻ ഇന്നലെ നടന്നത് അതേപടി പറയുമ്പോൾ, ഒരു കവി ഒരുപക്ഷെ നാളെ നടന്നേക്കാവുന്ന അല്ലെങ്കിൽ എവിടെയും നടക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് കൂടുതൽ ആഴമുള്ള ഒരു അറിവാണ്. അപ്പോ ചുരുക്കത്തിൽ ഒരേ ആശയം മൈമെസിസ്, പ്ലേറ്റോയ്ക്ക് അതൊരു വ്യാജനായിരുന്നെങ്കിൽ അരിസ്റ്റോട്ടിലിന് അതൊരു വഴികാട്ടിയായിരുന്നു. ഈയൊരു തർക്കമാണ് പാശ്ചാത്യ സാഹിത്യ വിമർശനത്തിന് തുടക്കമിട്ടതെന്ന് പറയാം. അതെ, ആ വലിയ സംവാദത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്.
ഈ സംഭാഷണം കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നത് ഇവിടെയാണ്. ഒരു ദുരന്ത സിനിമയോ നാടകമോ കാണുമ്പോൾ അതിലെ നായകൻ വേദനിക്കുന്നത് കാണുമ്പോൾ നമുക്കെന്തിനാണ് ഒരുതരം ആസ്വാദനം തോന്നുന്നത്? ഇതൊരു വിചിത്രമായ ചോദ്യമാണ്. പക്ഷേ ഇതിന് അരിസ്റ്റോട്ടലിന്റെ കയ്യിൽ ഒരു കിടിലൻ വാക്കുണ്ടായിരുന്നു: കഥാർസിസ്. കഥാർസിസ്, ലളിതമായി പറഞ്ഞാൽ ഒരു വൈകാരിക ശുദ്ധീകരണം. വൈകാരിക ശുദ്ധീകരണം. അതെ. ഒരു ദുരന്ത നാടകം കാണുമ്പോൾ പ്രേക്ഷകരിൽ പ്രധാനമായും 2 വികാരങ്ങൾ ഉണ്ടാകുമെന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു. ഒന്ന് സഹതാപം, പിറ്റി. കഥാപാത്രത്തോട് തോന്നുന്നത്. അതെ. 2 ഭയം. അതായത് അതുപോലെ ഒരു അവസ്ഥ നമുക്ക് വന്നാലോ എന്ന പേടി. ഈ 2 വികാരങ്ങളും വളരെ ശക്തമാണ്. ഇത് കേൾക്കാൻ കൊള്ളാം, പക്ഷെ പ്രായോഗികമായി ഇത് എപ്പോഴും ശരിയാണോ? ചിലപ്പോൾ ഒരു ദുരന്ത സിനിമ കണ്ടാൽ ദിവസങ്ങളോളം അതിന്റെ ഒരു വിഷാദം മനസ്സിൽ കിടക്കില്ലേ? അപ്പോ ഈ പറയുന്ന ശുദ്ധീകരണം എല്ലാവർക്കും ഒരുപോലെയാണോ സംഭവിക്കുന്നത്? അരിസ്റ്റോട്ടിൽ പറയുന്നതൊരു തിയറിയാണ്. ഇതെല്ലാവരിലും ഒരേപോലെ പ്രവർത്തിക്കണമെന്നില്ല. പക്ഷെ അതിന്റെ പിന്നിലെ ആശയം ഇതാണ്: നമ്മുടെ ഉള്ളിൽ അടക്കി വച്ചിരിക്കുന്ന ഇത്തരം നെഗറ്റീവ് വികാരങ്ങളെ പുറത്തുവിടാൻ കല ഒരു സുരക്ഷിതമായ ഇടം തരുന്നു. ഒരു സേഫ് സ്പേസ്. അതെ. തിയേറ്ററിന്റെ ഇരുട്ടിലിരുന്ന് ആ കഥാപാത്രത്തിലൊപ്പം നമ്മളും കരയുന്നു, പേടിക്കുന്നു. നാടകം കഴിയുമ്പോൾ ആ വികാരങ്ങളെല്ലാം ആ സുരക്ഷിതമായ ഇടത്ത് ഇറക്കി വെച്ച് ഒരുതരം ഭാരം കുറഞ്ഞ അവസ്ഥയിലാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. ഒരു റിലീഫ്. ഒരുതരം റിലീഫ്. ഒരു തരത്തിൽ പറഞ്ഞാൽ, ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളുടെ പ്രശ്നങ്ങളും ഡ്രാമയും കാണുമ്പോൾ എന്റെ ജീവിതം അത്ര മോശമല്ലല്ലോ എന്ന് രഹസ്യമായി ചിന്തിക്കുന്നതിന്റെ ഒരു പഴയ, കുറച്ചുകൂടി ആഴമുള്ള രൂപമാണോ ഈ കഥാർസിസ്? ഒരു പരിധിവരെ അതെ. ആ താരതമ്യത്തില് കാര്യമുണ്ട്. മറ്റുള്ളവരുടെ ദുരന്തങ്ങളിലൂടെ നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അതിൽ നിന്നൊരു ആശ്വാസം കണ്ടെത്താനുമുള്ള ശ്രമം. ദുരന്തം നമ്മളെ തകർക്കുകയല്ല, മാനസികമായി ശുദ്ധീകരിക്കുകയാണ് വേണ്ടതെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞുവെച്ചത്. അപ്പോൾ ഈ കഥാർസിസ് എന്ന ആശയം ശരിക്കും ദുരന്തങ്ങളെക്കുറിച്ചാണല്ലോ. പക്ഷേ ഒരു ദുരന്തം നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലോ? ഒരു സിനിമ കാണുമ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് തോന്നിയാൽ ഈ പറയുന്ന സഹതാപമോ ഭയമോ ഒന്നും വരില്ലല്ലോ. അവിടെയല്ലേ അടുത്ത പ്രധാന ചോദ്യം വരുന്നത്. എക്സാക്ട്ലി. ഒരു കഥ എത്രത്തോളം യഥാർത്ഥമായി നമുക്ക് തോന്നണം? ഇവിടെയാണ് വെരസിമിലിറ്റ്യൂഡ് എന്ന ആശയം വരുന്നത്. ആ വാക്ക് കേട്ട് പേടിക്കേണ്ട. എന്താണത്? സിംപിളായി പറഞ്ഞാൽ, കഥയാണെങ്കിലും വിശ്വസിക്കാൻ പറ്റണം. അത്രയുള്ളൂ. ഓക്കെ. ഒരു സിനിമയില് സൂപ്പർമാൻ പറക്കുന്നത് നമ്മൾ അംഗീകരിക്കും. കാരണം ആ സിനിമയുടെ ലോകത്ത് അത് വിശ്വസനീയമാണ്. പക്ഷേ അതേ സിനിമയില് സൂപ്പർമാൻ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി മീറ്റിംഗിന് ലേറ്റായാൽ നമ്മൾ പറയും, ഇതെന്തൊരു വിഡ്ഢിത്തം. ശരിയാണ്. അതാണ് വെരിസിമിലിറ്റ്യൂഡ്. ഒരു കൃതി അതിൻ്റേതായ ഒരു ലോകം ഉണ്ടാക്കുന്നു. ആ ലോകത്തിലെ നിയമങ്ങൾ ലോജിക്കലായിരിക്കണം. അപ്പോൾ ഓരോ കഥയ്ക്കും അതിൻ്റേതായ ഒരു സത്യമുണ്ട്. അതെ. പിൽക്കാലത്ത് യൂറോപ്പില്, പ്രത്യേകിച്ച് ഫ്രാൻസിലൊക്കെ ഈ ആശയത്തിന് വലിയ പ്രാധാന്യം വന്നു. നാടകങ്ങൾ കൂടുതൽ വിശ്വസനീയമാക്കാൻ വേണ്ടി അവർ ത്രിത്വ ഏകീകരണം എന്ന പേരിൽ ചില നിയമങ്ങൾ പോലുമുണ്ടാക്കി. 3 യൂണിറ്റീസ്. അതെ. കഥ 24 മണിക്കൂറിനുള്ളിൽ ഒരൊറ്റ സ്ഥലത്ത് ഒരൊറ്റ വിഷയത്തെക്കുറിച്ചായിരിക്കണം എന്നൊക്കെ. കൂടുതൽ പരിചിതമായ 19ാം നൂറ്റാണ്ടിലെ റിയലിസത്തിന്റെ അടിത്തറയല്ലേ? ടോൾസ്റ്റോയെയും ഫ്ലോബേറിനെയും പോലുള്ള എഴുത്തുകാർ സാധാരണ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും വിശദമായി വർണ്ണിച്ച് വായനക്കാരെ ആ ലോകം സത്യമാണെന്ന് വിശ്വസിപ്പിച്ചില്ലേ? തീർച്ചയായും. 19ാം നൂറ്റാണ്ടിലെ റിയലിസം വെരിസിമിലിറ്റ്യൂഡിനെ അതിന്റെ പാരമ്യത്തിലെത്തിച്ചു. ഉദാഹരണത്തിന് ഗുസ്താവ് ഫ്ലോബേറിന്റെ മദാം ബോവറി എന്ന നോവൽ. അതിലെ എമ്മ ബോവറി എന്ന കഥാപാത്രം താമസിക്കുന്ന വീട്, അവൾ ധരിക്കുന്ന വസ്ത്രം, ആ പട്ടണത്തിലെ മടുപ്പിക്കുന്ന അന്തരീക്ഷം എല്ലാം വളരെ വിശദമായി അതിലുണ്ട്. അത് വായിക്കുമ്പോൾ നമ്മൾ ആ ലോകത്ത് ജീവിക്കുന്നതുപോലെ തോന്നും. ആ കഥാപാത്രത്തിന്റെ നിരാശ നമ്മുടേതായി മാറും. അതാണ് റിയലിസത്തിന്റെ ശക്തി. പക്ഷെ ഇവിടെയാണ് എനിക്ക് അടുത്ത ചോദ്യം വരുന്നത്. യാഥാർത്ഥ്യമെന്ന് പറയുന്നത് എപ്പോഴും പുറത്തു കാണുന്ന ലോകം മാത്രമാണോ? നമ്മുടെ ചിന്തകളും ഓർമ്മകളും സ്വപ്നങ്ങളും അതൊന്നും യാഥാർത്ഥ്യമല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഈ ചോദ്യമാണ് 20ാം നൂറ്റാണ്ടിലെ മോഡേണിസ്റ്റ് എഴുത്തുകാരെ നയിച്ചത്. വിർജീനിയ വൂൾഫിനെ പോലുള്ളവർ പറഞ്ഞു, യഥാർത്ഥ്യം പുറത്തുള്ള സംഭവങ്ങളിലല്ല, വ്യക്തികളുടെ മനസ്സിനുള്ളിലാണ് എന്ന്. അതുകൊണ്ട് കല അനുകരിക്കേണ്ടത് പുറം ലോകത്തെയല്ല, ഈ ആന്തരിക ലോകത്തെയാണ്. അതെങ്ങനെയാണ് അവർ ചെയ്തത്? അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമല്ലോ.
അതിനാണ് അവർ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് അഥവാ ബോധധാരാ രീതി പോലുള്ള പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവന്നത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്? അതെ. ഇപ്പോ നമ്മൾ ബസ്സിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നുപോകില്ലേ? പോകും. പുറത്തൊരു പരസ്യം കാണുമ്പോ പഴയൊരു പാട്ട് ഓർമ്മ വരും. അത് പെട്ടെന്ന് വീട്ടിൽ പാചകം ചെയ്യേണ്ട കാര്യത്തിലേക്ക് മാറും, അവിടുന്ന് നാളത്തെ മീറ്റിംഗിന്റെ ടെൻഷനിലേക്കും. ഈ ചിന്തകളുടെ ചാട്ടം അതേപടി എഴുതുന്ന രീതിയാണത്. അപ്പൊ അതില് പുറമേക്ക് നോക്കുമ്പോൾ ഒരു കഥയുണ്ടാവില്ല, പക്ഷെ ഒരു മനസ്സിനുള്ളിലെ യാഥാർത്ഥ്യം അതുപോലെ നമുക്ക് കിട്ടും. എന്നാൽ ഇതിലും ഒരു പടി കൂടി കടന്നുപോയില്ല ചിലർ. സാമുവൽ ബെക്കറ്റിനെ പോലുള്ള അബ്സേർഡ് നാടകകർത്തുക്കൾ ഈ വിശ്വസനീയത എന്ന ആശയത്തെ പൂർണ്ണമായും ചവറ്റുകുട്ടയിലിട്ടതുപോലെ തോന്നുന്നു. ശരിയാണ്. ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗുഡോ എന്ന നാടകം നോക്കൂ. ആ 2 കഥാപാത്രങ്ങൾ ആരെയും കാത്തിരിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല, യുക്തിയില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു. പുറമേക്ക് നോക്കിയാൽ ഇതൊട്ടും റിയലിസ്റ്റിക് അല്ല. അല്ല. പക്ഷേ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ ലോകത്ത് ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്ന് സംശയിച്ചു നിന്ന മനുഷ്യന്റെ ആശയക്കുഴപ്പങ്ങളെ, ആ അർത്ഥശൂന്യതയെ സത്യസന്ധമായി കാണിച്ചു തരാനാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ട് വിശ്വസിക്കാൻ പ്രയാസമുള്ള ആ നാടകങ്ങൾ ഒരു തരത്തിൽ ആധുനിക മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് വളരെ സത്യസന്ധമായിരുന്നു. യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ എന്ത് വിശ്വസനീയം, എന്ത് അവിശ്വസനീയം എന്ന ധാരണയും മാറുന്നു. അതെ. അപ്പോൾ ഈ വലിയ സംവാദങ്ങളെല്ലാം പ്ലേറ്റോയും അരിസ്റ്റോട്ടലും കൂടി പെട്ടെന്നൊരു ദിവസം തുടങ്ങിയതല്ല. ഇതിന്റെയെല്ലാം വിത്തുകൾ അതിനു മുമ്പ് അവിടെയുണ്ടായിരുന്നു എന്നീ കുറിപ്പുകൾ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ഈ സംവാദങ്ങൾ ശൂന്യതയിൽ നിന്ന് വന്നതല്ല. പ്ലേറ്റോയ്ക്കും അരിസ്റ്റോട്ടലിനും മുൻപുള്ള പ്രീ സോക്രാറ്റിക് ചിന്തകർ യാഥാർത്ഥ്യം, ഭാഷ, അറിവ് എന്നിവയെക്കുറിച്ച് അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അവരുടെ ആശയങ്ങളാണ് പിൽക്കാല ചർച്ചകൾക്ക് വളം നൽകിയത്. അതിൽ പ്രധാനപ്പെട്ട ചിലരെ നമുക്ക് പരിചയപ്പെടാം. ഹെറാക്ലീറ്റസ് ഉദാഹരണത്തിന്. ഹെറാക്ലീറ്റസ് പറഞ്ഞത് ഒരേ പുഴയിൽ നിങ്ങൾക്ക് 2 തവണ ഇറങ്ങാൻ കഴിയില്ല എന്നാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അതെ, ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മാറ്റങ്ങൾക്കൊക്കെ ഒരു താളമുണ്ട്, അതിനെ നിയന്ത്രിക്കുന്ന ഒരു സാർവത്രിക നിയമമുണ്ട്. ഇതിനെയാണ് അദ്ദേഹം ലോഗോസ് എന്ന് വിളിച്ചത്. കല ഒരു തരത്തിൽ ഈ ഒളിഞ്ഞിരിക്കുന്ന താളത്തെ, ലോഗോസിനെ കണ്ടെത്താനുള്ള ശ്രമമാണെന്ന് പറയാം. മറ്റൊരാളാണ് പാർമെനിഡീസ്. അദ്ദേഹത്തിന്റെ ആശയം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നോ? അതെ, പാർമെനിഡീസ് പറഞ്ഞു 2 തരം കാര്യങ്ങളുണ്ട്. ഒന്ന് അലത്തിയ, അതായത് കേവലമായ മാറ്റമില്ലാത്ത സത്യം. 2 ഡോക്സ, അതായത് നമ്മൾ സാധാരണക്കാരുടെ അഭിപ്രായങ്ങളും തോന്നലുകളും. ഓക്കെ. ഈ ഡോക്സ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, വിശ്വസിക്കാൻ കൊള്ളില്ല. പ്ലേറ്റോ കലയെ സംശയത്തോടെ കണ്ടതിന്റെ കാരണം ഇവിടെ വ്യക്തമാണ്. പ്ലേറ്റോയുടെ കണ്ണിൽ കല ഈ ഡോക്സയുടെ, അതായത് വെറും തോന്നലുകളുടെ ലോകത്താണ് പെടുന്നത്. പിന്നെ ഗോർജിയാസ് എന്നൊരു ചിന്തകനുമുണ്ട്. അദ്ദേഹത്തിന്റെ വാദം കുറച്ചുകൂടി പ്രകോപനപരമായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായും. ഗോർജിയാസ് ഒരു വാചാടോപ വിദഗ്ധനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ സത്യം എന്താണെന്നതൊരു വിഷയമേ അല്ല. അതെന്താ? കാരണം നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ അറിയാമെങ്കിൽ റിട്ടോറിക് നിങ്ങൾക്ക് സ്വന്തമായി ഒരു യാഥാർത്ഥ്യം ഉണ്ടാക്കിയെടുക്കാം. ആരെക്കൊണ്ടും എന്തും വിശ്വസിപ്പിക്കാം. ഭാഷയ്ക്ക് യാഥാർത്ഥ്യത്തെ നിർമ്മിക്കാൻ കഴിയുമെന്ന ഈ ആശയം പിന്നീട് വന്ന കലാകാരന്മാരും, സത്യം പറഞ്ഞാൽ രാഷ്ട്രീയക്കാരും പരസ്യ കമ്പനിക്കാരും ഒരുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കലയൊരു നുണയാണെന്ന പ്ലേറ്റോയുടെ സംശയത്തിൽ തുടങ്ങി അതൊരു വലിയ സത്യമാണെന്ന അരിസ്റ്റോട്ടലിന്റെ വാദത്തിലൂടെ സഞ്ചരിച്ച് മൈമേസിസ്, കഥാർസിസ്, വെരിസിമിലിറ്റ്യൂഡ് തുടങ്ങിയ ആശയങ്ങൾ നൂറ്റാണ്ടുകളിലൂടെ എങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടു, എങ്ങനെ രൂപം മാറിയെന്നും നമ്മൾ കണ്ടു. ഏറ്റവും രസകരമായ കാര്യം 2500 വർഷം മുൻപുള്ള ഈ ആശയങ്ങൾ ഇന്നും നമ്മുടെ സംഭാഷണങ്ങളിൽ സജീവമാണ് എന്നതാണ്. അതെങ്ങനെ? നിങ്ങളൊരു സിനിമ കണ്ടിട്ട് ആ കഥാപാത്രം ചെയ്തത് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഒരു റിയാലിറ്റിയും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് വെരിസിമിലിറ്റ്യൂഡിനെ കുറിച്ചാണ്. ശരിയാണ്. ഒരു ദുരന്തകഥ കണ്ടു കഴിയുമ്പോൾ വല്ലാത്തൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഒരു ആശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നത് അരിസ്റ്റോട്ടിൽ പറഞ്ഞ കഥാർസിസ് ആണ്. ഈ ആശയങ്ങൾ നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്. ശരിയാണ്. കലയെക്കുറിച്ച് സംസാരിക്കാനുള്ള അടിസ്ഥാനപരമായ വാക്കുകളാണ് ഒരു തരത്തിൽ ഇതെല്ലാം. ഈ കുറിപ്പുകൾ നമ്മെ മറ്റൊരു കാര്യവും കാണിച്ചു തരുന്നുണ്ട്. കലയുടെ ഫോക്കസ് പുറം ലോകത്തെ അനുകരിക്കുന്നതിൽ നിന്ന് റിയാലിസം, നമ്മുടെയൊക്കെ മനസ്സിനെ ആന്തരിക ലോകത്തെ അനുകരിക്കുന്നതിലേക്ക് മോഡേണിസം മാറി. അത് നമ്മളെ ഇന്നത്തെ ഒരു വലിയ ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു.
വെർച്വൽ റിയാലിറ്റിയുടെയും AI നിർമ്മിത കലയുടെയും ഈ കാലഘട്ടത്തിൽ കലയിലെ അനുകരണം അല്ലെങ്കിൽ സത്യം എന്നതിനർത്ഥം എന്തായിരിക്കും? അതൊരു ആഴത്തിലുള്ള ചോദ്യമാണ്. നിലവിലില്ലാത്തൊരു യാഥാർത്ഥ്യത്തെ, ഒരു ഡിജിറ്റൽ ലോകത്തെ പൂർണ്ണമായി അനുകരിക്കുക എന്നതാണോ കലയുടെ അടുത്ത ഘട്ടം? ഒരുപക്ഷേ പ്ലേറ്റോ ഭയന്നതുപോലെ സത്യത്തിൽ നിന്ന് ഒരുപാട് പടികൾ അകലെയുള്ള ഒരു പുതിയ ലോകത്താണോ നമ്മളിപ്പോൾ ജീവിക്കുന്നത്? അതോ അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ ഈ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ മനുഷ്യന്റെ സാർവത്രിക സത്യങ്ങൾ കണ്ടെത്താനുള്ള പുതിയ വഴികൾ തുറക്കുകയാണോ? ഈ ചോദ്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ വിടുന്നു.